ഹായ് ഫ്രണ്ട്സ്, സുനിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു വട്ടയപ്പം ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഉണ്ടാക്കുന്ന രീതിയിൽ എന്നെ എൻ്റെ അമ്മ പഠിപ്പിച്ച രീതി ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അതിന് അരച്ചു വെക്കാൻ പോവാണ്. ഒരു 3 ഗ്ലാസ് അരി, നമ്മുടെ 4 ഗ്ലാസ് ഉണ്ടല്ലോ, നമ്മൾ അരി അളന്ന് അടപ്പേ ഇടുന്ന ആ ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരി ഞാൻ 4 മണിക്കൂർ വെള്ളത്തിലിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി കുതിർത്ത് വെച്ചേക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 ഗ്ലാസ് അരിക്ക് നല്ല കൊച്ചു തേങ്ങയാണെങ്കിൽ 2 തേങ്ങ എടുക്കണം. വലിയ തേങ്ങയാണെങ്കിൽ ഒറ്റ ഒരു തേങ്ങ മതി. നല്ലപോലെ ഉണങ്ങിയ തേങ്ങ എടുക്കാൻ ഒക്കത്തില്ല, അത് കൊള്ളത്തില്ല. ഒരുമാതിരി ഒരുമാതിരി നല്ലപോലെ വിളഞ്ഞ തേങ്ങ ഉണ്ടല്ലോ, അത് എടുക്കണം. അത് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടല്ലോ, നമ്മൾ ഈ തേങ്ങ പൊട്ടിക്കുന്ന തേങ്ങാ വെള്ളം നേരത്തെ പൊട്ടിച്ച 1 ഗ്ലാസ് വെള്ളം കാണും. അത് 1 സ്പൂണ് പഞ്ചസാരയും 1/2 സ്പൂണ് ഈസ്റ്റും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ചേക്കുവാണ്. അത് വേണം. പിന്നെ നമുക്ക് ഈ അരി ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഈ വെള്ളം ഞാനങ്ങ് ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് അരി അരച്ചെടുക്കാം. കുറച്ച് 2 വട്ടമായിട്ട് ഇത് അരയ്ക്കാനുണ്ട് ഈ അരിയെ. ഈ ഈസ്റ്റ് ഇട്ട് വെച്ചേക്കുന്ന വെള്ളം ഞാൻ ഈ ഒഴിക്കുന്നത് കേട്ടോ. അത് കുറച്ചൊഴിച്ചിട്ട് വെള്ളം തികയുമോ ഇല്ലയോ നോക്കാം. നമുക്ക് അരച്ച് നോക്കാം. നല്ല ഒരു ശകലം തരി വേണം കണ്ടോ. തരി ഇട്ട് വേണം നമ്മളിത് അരയ്ക്കാൻ. പട്ടുപോലൊന്നും അരയ്ക്കണ്ട, എന്നാലേ നമ്മുടെ ഈ വട്ടയപ്പം നല്ലതുപോലെ പൊങ്ങത്തുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ. ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ആവണം. ഞാൻ രണ്ടാമത്തെ തവണയും അരച്ചു കഴിഞ്ഞു. ഞാൻ ആ തേങ്ങാവെള്ളം ഒഴിച്ചാണ് ഈ അരി അരച്ചത് കേട്ടോ. വേറെ വെള്ളം പച്ചവെള്ളമായിട്ട് ഒട്ടും ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിനകത്ത് നിന്ന് ഈ തവിക്ക്, ചെറിയ തവിയാണ് കേട്ടോ, ഈ ചെറിയ തവിക്ക് ഒരു 2 തവി മാവെടുത്ത് കപ്പ് കാച്ചുകയെന്ന് പറയേ. കുറച്ച് മതി. ഈ ചെറിയ തവിയാ കണ്ടോ, ഈ ചെറിയ തവിക്ക് 2 തവി മാവെടുത്തിട്ട് നമ്മളത് കലക്കി നോക്കണം. ഇത്രയും ലൂസായാൽ മതി. നമുക്ക് ഗ്യാസ് കത്തിച്ച് നമ്മൾ കപ്പ് കാച്ചാൻ പോവാണ്. ഇത്രയും ലൂസ് വേണം വെള്ളം കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി തീ അല്പം കൂട്ടി വെച്ചിരുന്ന് ഇതൊന്ന് കുറുകാറാകുമ്പോഴത്തേനും നമ്മളൊന്ന് തീ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. ഒത്തിരി അങ്ങ് കുറുകി പോകരുത്. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ചെറിയ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്ക് കൊടുക്കത്തില്ലയോ, ആ കുറുക്ക് കൊടുക്കുന്ന പരുവത്തിലിങ്ങനെ ആയാൽ മതി. ഇതേ പരുവം മതി കേട്ടോ. കപ്പ് കാച്ചതേ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ കുറുകി വരും. ഒത്തിരി അങ്ങ് കട്ടിയാവണ്ട, ഇതേപോലെ ലൂസായിട്ട്. ഇതിപ്പോൾ തിളച്ച മാവ് വെന്തിട്ടുണ്ട്. മാവ് വേവാതെ എടുത്തു കഴിഞ്ഞാൽ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. ഈ മാവൊന്ന് വെന്ത് നല്ല പരുവായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഗ്യാസ് നിർത്തി, ഈ പരുവം മതി. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് തണുക്കാൻ മാറ്റി വെക്കാം. കപ്പ് കാച്ചിയത് ആറിയിട്ടുണ്ട്. അത് നമുക്ക് ഈ മിക്സിക്കകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതേ പരുവം മതി കേട്ടോ. നമുക്കഞ്ഞ് തേങ്ങ ഇടാം. പിന്നെ 1 കപ്പ് പഞ്ചസാര. ഇത്തിരി മധുരം വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്കങ്ങ് മാറ്റി വെക്കാം. മധുരം കൂടുതലാണെങ്കിൽ എന്താ ചെയ്യുക, അതിന് ചേരേണ്ട ഉപ്പ്, കുറച്ച് ഏലക്കാപ്പൊടി. നമ്മൾ ആ കപ്പ് കാച്ചിയ പരുവത്തിൽ വെള്ളമാണ് ഇത്. കുറച്ച് ഒഴിച്ചാൽ മതി. ഇങ്ങനെ ചരിച്ച് നോക്കിയാൽ മതി. അന്നേരം വെള്ളം
ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. തേങ്ങ അരച്ചതോടെ നമുക്കിതിനകത്ത് ഒഴിക്കാം. അരി അരച്ച് വെച്ചേക്കുവാണ്. തേങ്ങയും കപ്പ് കാച്ചിയതും കൂടെ, ഏലക്ക പൊടിച്ചത്, ഉപ്പ്, പഞ്ചസാര, ഇത്ര ഐറ്റം ഇങ്ങോട്ട് അരച്ചിടുക. ഇതിലോട്ട് ഇതൊഴിച്ച് തേങ്ങയും അരച്ചൊഴിച്ച് അരി ഇതെല്ലാം കൂടെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ കൈ തന്നെ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് ഇത് ഇളക്കണം കേട്ടോ. കൂടിപ്പോയ ഒരു 2 മിനിറ്റെങ്കിലും ഇളക്കണം. നല്ല വൃത്തിയായിട്ട് ഇതൊന്ന് ഇളക്കി ഇതിനകത്തിൽ ഈ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി, എന്നാലേ നല്ല വൃത്തിയായിട്ട് ഈ മാവ് നാളെ പൊങ്ങി വരത്തുള്ളൂ. നാളെ രാവിലെ ഉണ്ടാക്കാൻ. അപ്പം നാളെ രാവിലത്തേക്കാകുമ്പോൾ അത്രയും ഓൾ നൈറ്റ് മൊത്തം ഇരിക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഈസ്റ്റ് ചേർത്താൽ മതി. ഒത്തിരി ഈസ്റ്റ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് 1-2 മണിക്കൂറിനുള്ളിൽ നല്ല 1-1.5 സ്പൂൺ ഈസ്റ്റ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂറിനുള്ളിൽ വട്ടയപ്പം ചുട്ടെടുക്കാം. നമ്മളിപ്പോൾ രാത്രി ഞാനിപ്പോൾ ഒരു 10 മണിയായി, രാവിലെ ഒരു 6 മണിയോ എല്ലാം ചൂടുന്നതിനാണെങ്കിൽ കുറച്ച് ഈസ്റ്റ് ചേർത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ആ പൊട്ടിക്കുന്ന തേങ്ങയുടെ വെള്ളത്തിൽ ഈസ്റ്റ്, 1/2 സ്പൂൺ ഈസ്റ്റ്, 1 സ്പൂൺ പഞ്ചസാര ഇത്രയും ഇട്ട് ഇളക്കി അടച്ചു വെക്കണം. എന്നിട്ട് നമ്മൾ തേങ്ങ ഒക്കെ തിരുമ്മി അരിയൊക്കെ റെഡിയാക്കി കൊണ്ടുവരുമ്പോഴത്തേന് അത് നല്ല വൃത്തിക്കായിട്ട് ഈസ്റ്റൊക്കെ അലിഞ്ഞ്, ഞാനിപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് ഇളക്കി കൈട്ടിളക്കിയാണ്ട് മാവെല്ലാം ഈ സൈഡിൽ നിന്നെല്ലാം വടിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് രാവിലെ നമുക്കിതൊന്ന് എടുക്കാം. ഇത് അടച്ചിങ്ങനെ ഇരിക്കട്ടെ. രാവിലെ എടുത്ത് നമുക്ക് അപ്പം ചൂടാം. നമ്മളിന്നലെ വട്ടയപ്പത്തിന് അരച്ച് വെച്ച മാവാണ് ഇവിടം വരെ മാവ് പൊങ്ങി വന്നതാട്ടോ. ഇതിപ്പോൾ താന്നത് വൃത്തിയായിട്ടാണ് കണ്ടോ. വൃത്തിയായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ചെറുതായിട്ടൊന്ന് ഇളക്കാം. ഒത്തിരി ഒന്നും ഇളക്കണ്ട, ചെറുതായിട്ട്. ഇതിൻ്റെ ബബിൾസ് ഒന്നും പൊട്ടിപ്പോണ്ട, എന്നാലേ വൃത്തിയായിട്ട് അപ്പം പൊങ്ങി വരും. ഇന്നലെ പരുവത്തിനുള്ള മാവ്, പരുവത്തിനുള്ള പഞ്ചസാര, ഉപ്പ്, ഏലക്ക എല്ലാം ചേർത്ത് വെച്ചേക്കോ. ഇത്രയും നല്ല വൃത്തിയായിട്ട് പൊങ്ങിയിരിക്കും. ഇത്രയും പരുവത്തിനുള്ള വെള്ളവും പരുവവും. ഞാനിത് പറയുന്നതിൻ്റെ കൂട്ട് തന്നെ നിങ്ങളിത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അപ്പം ഉണ്ടാക്കാം. ഞാനിനി സ്റ്റീമർ അടപ്പേ വെച്ചിട്ടുണ്ട്, അത് ആവി വന്നിട്ടുണ്ട്. ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിനകത്തിലോട്ട് നമുക്കൊരല്പം നെയ്യ് തൂവിയിട്ട് ഒന്ന് കോരി ഒഴിക്കാം. വെള്ളം തിളച്ച് കിടക്കുക. കയ്പുള്ള പ്ലേറ്റിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് കോരി ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ കയ്യിലോട്ട് ആവി തട്ടും. പ്ലേറ്റിൻ്റെ അരഭാഗം വരെ ഒഴിച്ചാൽ മതി. അപ്പം മേളി വരെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇത്രയും ഒഴിച്ചാൽ മതി. മാവ് നല്ലതുപോലെ കറന്ന് ഇരിക്കണമെന്ന് നോക്കിയിട്ട് പാത്രമൊക്കെ ശരിയായിട്ട് വെച്ചിട്ട് ഇതടയ്ക്കാം. ഓക്കെ, വേവട്ടെ. ഇത് പകുതി വേവാവുന്ന ഉടനെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുന്നത് ഇതിനകത്തൊരല്പം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും, പകുതി വേവായിട്ടേ ഉള്ളൂ, അല്പം മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും നമുക്ക് ഇതിനകത്ത് ഇടാം. എല്ലാം മാവിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതങ്ങ്
താഴെ പോകുന്നു. അങ്ങനെ പോവാതിരിക്കാണ് നമ്മളിത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്ത് ഇത് ഒട്ടിപ്പിടിച്ചിരുന്നുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് അടയ്ക്കാം. പകുതിയേ ആയിട്ടുള്ളൂ. ഇത് നല്ലവണ്ണം ആവി വരട്ടെ. ഇനി നല്ലവണ്ണം വേവട്ടെ. നമ്മുടെ വട്ടയപ്പം ഇവിടെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. 15-20 കൂടിപ്പോയ 20 മിനിറ്റ് വെച്ചാൽ മതി. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പപ്പടക്കോലോ ഈർക്കലോ വല്ലതും കുത്തി നോക്കിയിട്ട് അതേ മാവുണ്ടെന്നുണ്ടെങ്കിൽ വെന്തില്ല, മാവില്ലെന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. ഇത് വെന്തതാണ്, എനിക്കറിയാം നല്ലവണ്ണം. ഇത് എടുത്ത് നമുക്കിനി തണുക്കാൻ വെക്കാം. കൈ ആറാൻ പൊള്ളരുക എടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് ചെറുതായിട്ട് ഗ്യാസൊക്കെ നിർത്താം. ചെറുതായിട്ടൊരു ചട്ടുകമോ തവിയോ വല്ലതും പൊക്കി ഇങ്ങനെ താത്ത് വെക്കാം. ഇനി ഇത് നല്ലതുപോലെ ആറിക്കഴിഞ്ഞ് നമുക്കിത് മുറിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ആറാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. വട്ടപ്പം ഞാനിതിനകത്തിന് നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ഒന്നുകൂടെ വെച്ചിട്ട് ഒരു പ്ലേറ്റിൽ ഇങ്ങനെ കളിച്ചിട്ട് ഇനി തിരിച്ച് വെച്ചാൽ മതി. കണ്ടോ കണ്ടോ, നല്ല പഞ്ഞി പോലുള്ള വട്ടയപ്പം കണ്ടോ. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ, നല്ല സൂപ്പറാണ്. നല്ല സ്പോഞ്ച് പോലിരിക്കുന്ന വട്ടയപ്പം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.